ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഒരു ആമറോണിൻ്റെ ബാറ്ററി വാറണ്ടി കംപ്ലയിൻറ്റിന് വേണ്ടി വാറണ്ടിക്ക് മാറ്റാൻ വേണ്ടി തന്നതാണ് ബാറ്ററിയാണ്. അതിൻ്റെ ബാറ്ററി നമ്പർ ഒന്ന് കൃത്യമായിട്ട് നോക്കിക്കോ. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഈ സെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 420998 ഇതാണ് ശരിക്കും ഒരു ബാറ്ററി നമ്പർ. ഇത് സീരിയൽ കോഡ് നമ്പറാണ്. ബാറ്ററി നമ്പർ നോക്കിക്കോട്ടോ. ഇതാണ് നമ്മുടെ ബാറ്ററി നമ്പർ. നമ്മൾ ബാറ്ററി ചാർജ് കുറവാണെന്ന് പറഞ്ഞ് വാറണ്ടിയിൽ മാറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തു. ഫുൾ ചാർജ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിക്ക് നിലവിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എന്താ എൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് വണ്ടിമേക്ക് കയറ്റിയിട്ടുണ്ട്. നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ 9 വോൾട്ടിൽ താഴേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് വാറണ്ടിക്ക് വിട്ടാൽ പോലും കിട്ടുള്ളൂ. കാരണം ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് അടിക്കുന്ന സമയത്ത് സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ 9 വോൾട്ടിൽ താഴേക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് അയക്കാൻ പറ്റും. വാറണ്ടിയിൽ നിന്ന് നമുക്കത് മാറ്റി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൽഫ് അടിക്കുന്ന സമയത്ത് 12 വോൾട്ടിലേക്കൊക്കെ വരണം കേട്ടോ. 12.07 11 വോൾട്ടിലേക്കുണ്ട്. ഒരു 3-4 പ്രാവശ്യം സെൽഫ് അടിച്ച് ഓഫ് ചെയ്തിട്ട് അടിച്ചോ. ഓഫ് ചെയ്തിട്ട് അടിച്ചോ. ഓഫ് ചെയ്ത് ഒന്നുകൂടെ അടിച്ചോ. ഒന്ന് റേസ് ചെയ്തേ വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ ഭാഗം. (14.35) അതായത് 14 വോൾട്ടിൻ്റെ മുകളിലേക്ക് വണ്ടിമേന്ന് ചാർജ് കയറിയാൽ മാത്രമാണ് ബാറ്ററിയുടെ ചാർജ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അത് നോക്കാം. ബാറ്ററി വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് ആയി പോകും. അത് ശരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇതിപ്പോൾ ഫുൾ ചാർജ് ഇപ്പോൾ 14 വോൾട്ട് വരെ കാണിച്ചിട്ട് അതിനകത്ത് നിന്ന് നേരെ കുറയണതാണ്. അതൊരു 12.60 ആ റേഞ്ചൊക്കെ വരും. 12.60 അതൊക്കെ ആ റേഞ്ചിൽ വരെ കുറയും അത്. പക്ഷേ നമ്മൾ ബാറ്ററിമേന്ന് വണ്ടി നമ്മൾ സെൽഫ് അടിക്കണ സമയത്ത് നമുക്ക് ഒരു 9 വോൾട്ട് വരാണ്. ഒരു 9 വോൾട്ടോ അതിൻ്റെ താഴേക്കൊക്കെ ആണെങ്കിലാണ് ശരിക്കും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് വരുള്ളൂ. ഇത് നിലവിൽ ബാറ്ററിക്ക് യാതൊരുവിധ കംപ്ലയിൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ വാറണ്ടിക്ക് അയച്ചിട്ട് കാര്യമില്ല, കിട്ടാനൊന്നും പോകണില്ല കേട്ടോ. കംപ്ലയിൻറ്റ് അതിൻ്റെ അല്ല. പിന്നെ വണ്ടിമേന്ന് കയറുന്ന ചാർജ് ചെക്ക് ചെയ്യുക. അത് നമുക്ക് 14 വോൾട്ടിൻ്റെ 14.5ൻ്റെ മുകളിൽ വരണം എന്തായാലും കേട്ടോ. അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികളെ ബാറ്ററി ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് നമ്മൾ വെച്ചാലും കുറേ ദിവസം കഴിയുമ്പോൾ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോവും. അളവ് കുറഞ്ഞാൽ പോലും പോകും. കാരണം ഇപ്പോൾ ഏകദേശം നമുക്കൊരു 13.5 വോൾട്ട് 13.75 വന്നാലും ഈ പറഞ്ഞ രീതിയിൽ കാലക്രമേണ അതിന് ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റി ഇങ്ങനെ പതുക്കെ കുറവായി അത് സെൽഫ് അടിക്കാത്തൊരു കണ്ടീഷനിലേക്ക് വരും. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. വണ്ടിമേ ഇരിക്കുന്ന ബാറ്ററിയുടെ വണ്ടിമേന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജ് കറക്റ്റാണോ എന്നുള്ള ദിവസമൊക്കെ നോക്കുക. നോക്കിയിട്ട് അത് പരിഹരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം നിലവിൽ ബാറ്ററി നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് ടെസ്റ്റ് അടിച്ചതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അതും പ്രകാരം നമുക്ക് ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറണ്ടിക്ക് വിടാനും നമുക്ക് നിർവാഹമില്ല കേട്ടോ.